ഹലോ നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. മെയ്സ് ഉപ്പുമാവ്, അതായത് ചോളപ്പൊടി വെച്ചിട്ടുള്ള ഉപ്പുമാവ്. അപ്പോൾ നമ്മൾ പണ്ട് അംഗൻവാടിയിലൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ, അത്. അപ്പോൾ അതിന് വേണ്ടത് ചോളപ്പൊടി നനച്ച് വെച്ചിരിക്കണം, ഉപ്പും കൂട്ടി. അതുപോലെ തന്നെ നമ്മൾ ഉപ്പുമാവിന് വേണ്ട എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ. നമ്മളിത് ഒരുപാട് കഴിച്ചിട്ടുണ്ടാണ്. അന്ന് നമ്മൾ ടേസ്റ്റോടെ കഴിച്ച സാധനം. പക്ഷേ ഇന്ന് നമുക്കത് കിട്ടാൻ നമ്മൾ കൊതിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും കൊതി തോന്നിയിട്ടുണ്ട്. ആ ഉപ്പുമാവിൻ്റെ ടേസ്റ്റൊക്കെ പിന്നെ കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ പാൻ വെച്ചു, അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മുടെ കടുക്, അതുപോലെ തന്നെ ഉഴുന്ന്, അതുപോലെ ചെറുപയർ പരിപ്പ്. നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ എടുത്തിടാം കേട്ടോ. നമ്മൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയൊക്കെ പല അമ്മമാരും ഉപ്പുമാവിനകത്ത് ഇങ്ങനെ പല സാധനം മിക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരിക്കലും ചെറുധാന്യങ്ങൾ ഇട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് വേറൊരു അഴുക്ക് ടേസ്റ്റ് വരില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇത്ര സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇട്ടു. അതുപോലെ തന്നെ നമ്മുടെ ചെറു കടലയില്ലേ, കടല, നിലക്കടല ഒക്കെ ഇടാം. നമുക്ക് പട്ടാണിക്കടല ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ കടുക് പൊടിക്കുന്ന കൂട്ടത്തിൽ ഇടാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൂടാതെ നമ്മുടെ ക്യാരറ്റ്, സവാളയ്ക്ക് വരും കൊച്ചുള്ളി ഇടാം. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, ഇത്ര സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇഞ്ചി തപ്പുക കേട്ടോ, ഇഞ്ചി അടിയിലെങ്ങാണ്ടായിപ്പോയി. ഞാൻ വീഡിയോയിൽ പറയുകയും ചെയ്തു, കാണുന്നില്ലല്ലോ, നിങ്ങൾ തപ്പി നോക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. എണ്ണ നന്നായിട്ട് മൂത്ത് അതിലേക്കുള്ള ഈ നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. കാരണം ഈ ഉഴുന്നിനും കടലപ്പരിപ്പിനൊക്കെ, ചെറുപയർ പരിപ്പിനൊക്കെ പല മൂപ്പിന് പല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാതും ഒരേപോലെ മൂത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് മൂപ്പിച്ചെടുത്തത്. നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കുന്ന പലരുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. നെയ്യുടെ ചുവ ഇഷ്ടപ്പെടണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഈ കണ്ടോ ഇഞ്ചി അതിനകത്തുണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് ഇട്ടു. നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ പച്ച മണം മാറണം, പച്ച ചുവ മാറി ഇതെല്ലാം ആ എണ്ണയ്ക്കകത്ത് കിടന്ന് വഴന്ന് വരണം. അപ്പോൾ അത് വലിയ സമയമെടുക്കുന്ന പ്രോസസ്സൊന്നുമല്ല. നമ്മൾ ഇനി ഫ്ലെയിം കൂട്ടാം. ഇത്ര നേരം കുറച്ച് വെച്ച ഫ്ലെയിം ഞാൻ നന്നായിട്ട് കൂട്ടി. ഇച്ചിരി ഉപ്പിടുന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചാന്ന് പറഞ്ഞില്ലേ ഈ പൊടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ വെള്ളം പിടിച്ചിട്ട് ആ പൊടി നല്ല ഡ്രൈ ആയി. ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പിന്നെയും ഒന്നുകൂടെ നനച്ച് വെച്ചു. കാരണം നമ്മൾ ഈ ഉപ്പുമാവ്, നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് ഇടുകയൊന്നും അല്ല ചെയ്യുന്നത്. കാരണം നമ്മൾ അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ കുഴഞ്ഞു പെറുക്കിയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ് തേങ്ങ. ഏറെ തേങ്ങ ഇട്ടാൽ നല്ല രുചിയായിരിക്കും. എൻ്റെ കയ്യിൽ തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടുള്ളൂ. അപ്പോൾ എൻ്റെ നമ്മൾ കടുക് വറുക്കാനിട്ട എല്ലാ സാധനങ്ങളും വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എന്തൊഴിക്കും? വെള്ളം ഒഴിക്കും. ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത്. പകരം എന്ത് ചെയ്യണം? അതിലേക്ക് ഡയറക്റ്റ് നമ്മൾ പൊടി അതിലേക്ക് നനച്ച് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നനച്ച് വെച്ച പൊടിയാണ്. ചിലർ പറയുന്ന കേൾക്കാം ഇങ്ങനെ ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ആവി കയറ്റിയിട്ട് നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഈ നനച്ച പൊടി ഇതിലേക്ക് ഇട്ടു, നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മളൊരു മൂടി വെച്ച് അടച്ചു വെക്കണം. അതായത് എയർ വെളിയിൽ പോവാത്ത രീതിയിൽ ചെറിയ തീയിൽ, ഫ്ലെയിം കൂട്ടരുത്, അടിവശം കരിയും, നല്ല രീതിയിൽ തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കണം. അത് ഞാനിപ്പോൾ ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ ഒരു തട്ടം എടുത്തിട്ട് അടച്ചത്. കാരണം അതാകുമ്പോൾ എയർ അധികം വെളിയിൽ പോകില്ലല്ലോ. അപ്പോൾ നന്നായി മൂടി വെച്ച് അടച്ചിട്ട് ചെറു തീയിലിരുന്ന് വേണം വേവാൻ. കാരണം ഇതിന് ഓവറായിട്ട് ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ അടിവശം ഉറപ്പായിട്ടും കരിയും. നമ്മൾ എടുക്കുന്ന പാത്രം എപ്പോഴും അടിവശം കട്ടിയുള്ള പാത്രമായിരിക്കണം. നൈസായ പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വേഗം അത് കരിയാനും അടി പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി പിന്നെ അടയ്ക്കുക. ഇതിനിടയ്ക്ക് ഞങ്ങൾ വിളക്ക് കത്തിച്ചു. അപ്പോൾ ഞാൻ വിളക്ക് കത്തിക്കുന്ന അമ്മയൊക്കെ ചൊല്ലി, ഞാനും ചേട്ടനും അമ്മയും കൂടെ. അതിന് ശേഷം ഞാൻ പിന്നെയും വന്ന് നോക്കിയപ്പോഴത്തേനും അത്ര അങ്ങോട്ട് ആയില്ല. പിന്നെയും ഞാൻ ഒന്നും കൂടെ ഇളക്കി നന്നായിട്ട് അത് അടി കൂട്ടി ഇളക്കണം. നമ്മൾ അടി സപ്പോസ് ഇച്ചിരി പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നന്നായിട്ടൊന്ന് കരിയരുത്. അപ്പം നല്ലതായിട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേനും നല്ല ഇതായിട്ട് വന്നോളും. ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചിട്ടാണ് ഇതിൻ്റെ സൗണ്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വായിൽ നല്ല ടേസ്റ്റ് തരിക. അപ്പോൾ നമ്മളൊരു 3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി അടച്ചു. അതിന് ശേഷം തേങ്ങ ഇട്ടു. തേങ്ങ നന്നായിട്ട് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. ഉള്ളതുപോലെ നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ച് തേങ്ങ ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഉപയോഗിക്കുക. നമുക്ക് പറമ്പിലേക്ക് എടുക്കാനുണ്ടെങ്കിൽ അതുപോലെ തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഇപ്പോഴെല്ലാം അതിന് ശേഷം ഞാൻ ചേട്ടന് കൊടുത്തപ്പോൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ.